ഹലോ ഗായ്സ്, എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസിൻ്റെ പ്രൊമോ വന്നായിരുന്നല്ലോ. ഞാൻ ഒരുപാട് ലേറ്റായി പോയിട്ടെന്നൊന്നും എനിക്കറിയാം. പക്ഷേ ഇത്തവണത്തെ പ്രൊമോ ഭയങ്കര വെറൈറ്റി ആയിട്ടൊക്കെയാണ് അവർ ചെയ്തേക്കുന്നത്. കഴിഞ്ഞ തവണകളിലുള്ള സീസണിലെല്ലാം ഉണ്ടായിരുന്ന കാർഡുകൾ, വിക്ടിം കാർഡ്, അത് കണക്ക് തന്നെ സേഫ് പ്ലേ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്താണ് ഇത്തവണ കാണില്ല. അതിലൊക്കെ 7ൻ്റെ പണി കൊടുക്കും, 8ൻ്റെ പണി കൊടുക്കും ലാലേട്ടൻ എന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് എനിക്കറിയില്ല ഗേൾസ്, എല്ലാ തവണയും ഇതുപോലെ തന്നെയാണ് പറയുന്നത്. ഒരിതും കാണില്ല, അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന്. പക്ഷേ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഹൈപ്പ് ഇങ്ങനെ കിട്ടിയിട്ട് അതുപോലെ താഴോട്ട് പോകുന്നതാണ് കാണുന്നത്. പറയുന്ന ഒന്നും ചെയ്യാറില്ല, പറയുന്ന എല്ലാം എപ്പോഴും പാലിക്കാത്ത ഒരു ഷോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇത്തവണ നോക്കട്ടെ, ഇത്തവണ ഭയങ്കര ഹൈപ്പോടുകൂടിയാണ് പറയണത്. അങ്ങനെയുള്ളതൊന്നും നടക്കില്ല എന്ന് നമുക്ക് ശ്രദ്ധിച്ച് നിരീക്ഷിച്ചുകൊണ്ടിരിക്കാം. ഇതൊക്കെ ജസ്റ്റ് ഒരു ഹാപ്പി ആയി ഫണ്ണായിട്ടിരിക്കുമ്പോൾ കാണാമല്ലോ. നമുക്ക് ചുമ്മാ സമയം കളയാൻ വേണ്ടിയിട്ട് കാണാവുന്ന ഒരു ഷോ ആണ് ഗൈസ്. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ, അവരുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മളെ പ്രശ്നങ്ങളൊക്കെ, ഇത്രയും വലിയ പ്രശ്നങ്ങളുള്ള നമ്മളെ ഇങ്ങനെ ഇരിക്കുന്നത്, അവരെന്തിനാണ് ഇങ്ങനെ കിടന്ന് കരയുന്നതൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ ലാലേട്ടൻ തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ആദ്യം. ഫേക്ക് കാർഡ്, സേഫ് കാർഡ്, ഷോപ്പിംഗ് കാർഡ്, നന്മ കാർഡ്, ഒളിക്കൽ കാർഡ്, പ്രിപ്പയർഡ് കാർഡ്, വിക്ടിം കാർഡ്. ഈ കാർഡുകളൊന്നും ഇനി ഈ ടേബിളിൽ ഇറക്കി കളിക്കരുത്, കീറിപ്പോ തരും ഞാൻ 7ൻ്റെ പണി. ലാലേട്ടൻ പറഞ്ഞ കേട്ടല്ലോ. അപ്പം നമുക്കും ഇതുപോലെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പം എല്ലാ ടീമിനും ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ ഗൈസ്.